Hi friends, welcome back to my channel. Your online teacher. അപ്പോൾ എല്ലാവരും കമന്റ് സെക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് തിയറി ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ പാർട്ട് എയിൽ നിന്ന് പഠിക്കുന്ന മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗുകാരാണെങ്കിലും AFSകാരാണെങ്കിലും നിങ്ങൾ പാർട്ട് 1 കോമൺ ആണ്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെത്. അതിൽ പഠിക്കേണ്ട എല്ലാ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. തിയറി മാത്രം പഠിച്ച് പാസ്സാവും ചോദിക്കുന്നവരാണ് നമുക്ക് ഉറപ്പില്ല. കാരണം തിയറി ചില വർഷങ്ങളിൽ കുറേ ചോദിക്കാറുണ്ട്, ചില വർഷങ്ങളിൽ കുറച്ച് ചോദിക്കാറുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്? അതേപോലെ എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുകയും അവർ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ്. അതിന്റെ ഫീച്ചർ എന്താ? മിനിമം പേഴ്സൺ 2 ആയിരിക്കും. എഗ്രിമെന്റ്, അവരുടെ ഇടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകും. ബിസിനസ് നടത്താനായിരിക്കും അവർ എഗ്രിമെന്റിൽ എത്തുന്നത്. അവർ തമ്മിൽ മ്യൂച്വൽ ഏജൻസി ഉണ്ടാവും. ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടി ചേർന്നിട്ടായിരിക്കും ബിസിനസ് നോക്കി നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിരിക്കും എല്ലാവർക്കും വേണ്ടി നോക്കി നടത്തുന്നത്. ദെൻ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് പാർട്ട്നേഴ്സിനുള്ളത്. എന്തെങ്കിലും കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടാൻ ഇവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യേണ്ടി വരും. പുറത്ത് നല്ല മഴയാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഈ മഴയത്ത് നമുക്ക് പഠിക്കാതെ ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നും, കിടന്നുറങ്ങാനൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, കാരണം നമുക്ക് തിങ്കളാഴ്ച എക്സാം ഉള്ളതാണ്. ആദ്യമൊക്കെ അവിടെ മഴ പെയ്യുന്നുണ്ടോന്നൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, സോ രണ്ടാമത്തേത് എക്സ്പ്ലെയിൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു എഗ്രിമെന്റ് വരികയും അത് അവർ എഴുതപ്പെടുകയും ചെയ്താണല്ലേ ഡോക്യുമെന്റ് വെച്ച് കാണാൻ, അത് എഴുതപ്പെട്ട ആ ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. എഴുതപ്പെട്ട ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിനുള്ളിൽ വരുന്നതാണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്. ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റൽ, ബിസിനസിന്റെ പേര്, അഡ്രസ്സ്, ദെൻ പാർട്ട്നേഴ്സിന്റെ പേര്, അഡ്രസ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും, എന്നാണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളും. അടുത്തതാണ് ഡിഫറൻഷിയേറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഓൾമോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ കൊല്ലവും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് മാറി വരും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡെബിറ്റും ക്രെഡിറ്റും മാറി വരും. ദെൻ ഒരെണ്ണം കൂടി എഴുതാം, ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കാണിക്കും. ഈ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ how will you treat the following items in the partnership accounts in absence of partnership deed? Partnership deed absent ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട, സാലറി നോ, കമ്മീഷൻ നോ. അപ്പൊ എസ് ആയിട്ടുള്ളത് എന്താണ്? എസ് ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയും കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ്, അത് എസ് ആണ്. എത്രയാണ്? 6% ആണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് പുതുക്കേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ്? പുനർനിർമ്മാണം ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ വരുമ്പോൾ. ദെൻ നിലവിലുള്ള പാർട്ട്നേഴ്സ് അവർ തമ്മിലുള്ള റേഷ്യോസ് ചേഞ്ച് ചെയ്താൽ, റിട്ടയർമെന്റ് നടന്നാൽ, ഡെത്ത് സംഭവിക്കുമ്പോഴൊക്കെയാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേമിന്റെ മോണിറ്ററി അഡ്വാൻറ്റേജ് ആണ്, കുറെ നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, അതിന്റെ ആ ഒരു റെപ്യൂട്ടേഷനിൽ നിന്ന് കിട്ടുന്നത്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നേച്ചർ. ഹൈ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആ വിൽക്കുന്നതെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, അപ്പോൾ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ ഗുഡ്വിൽ കൂടും. ലൊക്കേഷൻ, ഒരുപാട് കസ്റ്റമർ ട്രാഫിക് ഉള്ള സെൻട്രൽ ലൊക്കേഷനിലാണെങ്കിൽ പ്രോഫിറ്റ് കൂടും, അപ്പോൾ ഗുഡ്വിൽ കൂടും. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണെങ്കിൽ ചെലവ് കുറവായിരിക്കും, കോസ്റ്റ് കുറയും, അപ്പോൾ പ്രോഫിറ്റ് കൂടും, അപ്പോൾ ഗുഡ്വിൽ കൂടും. മാർക്കറ്റ് സിറ്റുവേഷൻ, നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ്, അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും, ഗുഡ്വിൽ കൂടും. ഇത് കൂടാതെ ഇമ്പോർട്ട് ലൈസൻസ്, ലോ റേറ്റ് അഷ്വർഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, കൊളാബറേറ്റേഴ്സ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതേപോലെയുള്ള സ്പെഷ്യൽ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് കൂടും, ഗുഡ്വിൽ കൂടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഓഫ് ദ വേരിയസ് അഡ്ജസ്റ്റ്മെന്റ്സ് റിക്വയർഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് എ ഫേം. റിട്ടയർമെന്റ്, ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാ? ന്യൂ റേഷ്യോ കാണണം, ഗെയിനിങ് റേഷ്യോ കാണണം, ഗുഡ്വിൽ കാണണം, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണണം, അൺറെക്കോർഡ് അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ അഡ്ജസ്റ്റ്മെന്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പ്രോഫിറ്റ് അയാൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ റിട്ടയർഡ് ആകുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള പ്രോഫിറ്റ് കാണും. ഇത് കൂടാതെ ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ ചിലപ്പോൾ എന്താണ് ഗെയിനിങ് റേഷ്യോ, എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എഴുതിക്കൊള്ളണേ. സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് പുതുതായിട്ടൊരു പാർട്ട്ണർ വരുമ്പോൾ അയാൾ ഗുഡ്വിൽ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. അതേപോലെ ഗെയിനിങ് റേഷ്യോ എന്താണ്? നിലവിലുള്ള ഒരു പാർട്ട്ണർ പോകും, മറ്റു പാർട്ട്ണർക്ക് കുറച്ചൊരു ഷെയറും കൂടി കിട്ടും, ആർക്ക് കിട്ടുന്ന ഗെയിൻ ആണ്. ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. അത് എഴുതിക്കൊള്ളണേ.
ഓക്കെ, അടുത്തത് റിയലൈസേഷൻ അക്കൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ റീവാല്യൂഡ് എഫക്റ്റ് ആണ് അതിൽ കാണിക്കുന്നത്. അതേസമയം റിയലൈസേഷൻ അക്കൗണ്ടിൽ അങ്ങനെയല്ല, നമ്മൾ ആ അസറ്റും ലയബിലിറ്റീസും ലാസ്റ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്തിന്റെ സമയത്താണ്. റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ഡിസൊല്യൂഷന്റെ സമയത്താണ്. റീവാലുവേഷൻ അക്കൗണ്ടില് only the items that cost, അതായത് അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂവിൽ മാറ്റം വരുന്ന ചേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ എഴുതുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും എഴുതും. പിന്നെ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ പുതിയ പുതിയ പാർട്ട്നേഴ്സ് വരാൻ പോകുന്നതനുസരിച്ച് ഒരുപാട് തവണ എന്ത് ചെയ്യാം, ആ ഒരു ഫേമിന്റെ ലൈഫിൽ ഒരുപാട് തവണ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേക്കാം. പക്ഷേ ഡിസൊല്യൂഷന്റെ സമയത്ത് മാത്രം ഒറ്റ തവണ മാത്രമാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ. റിവാലുവേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അസറ്റ്സിലും ലയബിലിറ്റീസിലും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതേസമയം റിയലൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റ് ലയബിലിറ്റി പേ ചെയ്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ, നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഉണ്ടെങ്കിൽ അത് വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്? എങ്ങനെയൊക്കെയാണ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്? പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി സംബന്ധിച്ച് എഗ്രിമെന്റ് അടിസ്ഥാനത്തിലുണ്ട്. കമ്പൾസറി, അതായത് പാർട്ട്നേഴ്സ് എല്ലാവരും ഒന്നിലധികം പാർട്ട്നേഴ്സോ ഇൻസോൾവെന്റ് ആകുന്നു, പാപ്പരാകുന്നു, അങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോൾ കമ്പൾസറി ഡിസൊല്യൂഷൻ വരാറുണ്ട്. on the happening of certain contingencies, അതായത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് കണ്ടിജൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ്, ആ പീരീഡ് കഴിഞ്ഞ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, ആ പ്രോജക്റ്റ് കഴിഞ്ഞ് പാർട്ട്ണർ മരണപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, പാർട്ട്നേഴ്സ് നോയ്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പുറത്ത് ഭയങ്കര മഴയാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് അവർ ഇത് വില്ലിംഗ് ആണ് ഇത് ഡിസോൾവ് ചെയ്യാൻ, അങ്ങനെ നോട്ടീസ് അയക്കുന്നു, ആ രീതിക്ക്. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, കോടതി ഇടപെട്ട് ഇപ്പോൾ ഇത് അടച്ചുപൂട്ടുന്നത് നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇൻസൈൻ ആയി പോകുന്നു, അല്ലെങ്കിൽ ആ പാർട്ട്ണർക്ക് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാതെ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലെല്ലാം ശിക്ഷിക്കപ്പെടുന്നു, അങ്ങനെയുള്ള സമയങ്ങളൊക്കെ എന്താണ് കോർട്ട് ഇടപെട്ട് ഡിസൊല്യൂഷൻ സംഭവിക്കാറുണ്ട്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ടെർമിനേറ്റ് ആകില്ല, ഇവിടെ ബിസിനസ് ക്ലോസ് ചെയ്യും. ഇവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കും, ഇവിടെ അസറ്റ് വിൽക്കും, ലയബിലിറ്റി പേ ഓഫ് ആണ് ചെയ്യുന്നത്. ഇവിടെ കോടതി ഇടപെടാറില്ല, ഇവിടെ കോടതി ഇടപെടാറുണ്ട്. ഇവിടെ എക്കണോമിക് റിലേഷൻ ചേഞ്ച് ചെയ്ത ഫോമിലായിരിക്കും, പക്ഷെ ഉണ്ടാകും, കാരണം അവർ തമ്മിൽ റേഷ്യോ ഉണ്ടാകുമല്ലോ. പക്ഷെ ഇവിടെ പിന്നെ എക്കണോമിക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. ഇത് ബുക്ക് ക്ലോസ് ചെയ്യാറില്ല, കാരണം ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബുക്ക് ക്ലോസ് ചെയ്യും. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിച്ചു എന്ന് കരുതി ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കണമെന്നില്ല, പക്ഷെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിച്ചു ഉറപ്പായിട്ട് അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കും. ദെൻ റിട്ടയർഡ് ആകുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കുറയും? അയാൾക്ക് കിട്ടുന്നതാണ് അയാൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ്, കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ്, ഗുഡ് വില്ലിന്റെ ഷെയർ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഷെയർ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സിന്റെ ഷെയർ, അയാൾ മരിക്കുന്ന അല്ലെങ്കിൽ റിട്ടയർഡ് ആകുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ്, അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുവരെയുള്ള സാലറി കമ്മീഷൻ ഒക്കെ. ഇത് കൂടാതെ അയാൾ ഡിഡക്ട് ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അത്, അക്യുമുലേറ്റഡ് ലോസിന്റെ ഷെയർ, റീവാലുവേഷൻ നടത്തുമ്പോൾ വന്ന ലോസിന്റെ ഷെയർ, മറ്റു ലോസുകളുടെ ഷെയർ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, പുതിയൊരു പാർട്ണർ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന രണ്ട് റൈറ്റ് എന്താണ്? റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദ ഫേം, ആസ്തികൾ പങ്കിടാനുള്ള അവകാശങ്ങളും, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, ലാഭം പങ്കിടാനുള്ള അവകാശങ്ങളും. ദെൻ ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഡിസൊല്യൂഷന്റെ സമയത്ത് ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യും? ലോസ്, നഷ്ടം വന്നു, അത് എങ്ങനെ നികത്തും? നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് നികത്തണം, എന്നിട്ടും തീർന്നില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് നികത്തണം, എന്നിട്ടും തീർന്നില്ല പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എമൗണ്ട് കൊണ്ടുവരണം. ഇനി അസറ്റ് വിൽക്കുമെന്ന് പറഞ്ഞല്ലോ ഡിസൊല്യൂഷന്റെ സമയത്ത്, അത് എങ്ങനെ അപ്ലൈ ചെയ്യും? ആ കിട്ടിയ പൈസ എങ്ങനെ, ഏത് ഓർഡറിൽ ഉപയോഗിക്കണം? അങ്ങനെ കിട്ടുന്ന പൈസ ആദ്യം തേർഡ് പാർട്ടീസിനോടുള്ള ഡെറ്റുകൾ, അതായത് നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ പോലെയുള്ള തേർഡ് പാർട്ടീസ് ഇല്ലേ, അവരോടുള്ള കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ലോൺ അത് കൊടുത്തു വീട്ടണം. എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് കൊടുത്തു വീട്ടാം. ദെൻ എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ അത് വീതിച്ചെടുക്കാം. ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പാർട്ട് എ എന്നിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച പാസ്സാവുന്ന യാതൊരു ഉറപ്പില്ലാതെ മിസ് പിന്നെയും പറയാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുള്ളത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. എപ്പോഴും ചാനൽ പേജ് കയറി നോക്കുക, പുതിയ പുതിയ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ നോട്ടിഫിക്കേഷൻ വരണം എന്നില്ല. താങ്ക് യു.